ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ജയം ജേണി. ഏഴു കടൽ ഏഴുമലൈ, നിവിൻ പോളിയുടെ ഒരു കംബാക്ക് ആക്ച്വലി ഈ സിനിമയിലൂടെ ആയിരിക്കുന്നതാണ് ഞാൻ വിശ്വസിക്കുന്നത്. വേറെ ഒന്നുമല്ല, ഡയറക്ടറുടെ പേര് റാം. പേരൻപ് എന്ന് പറയുന്ന ഒരൊറ്റ സിനിമ, അതിനു മുമ്പ് തങ്കമീൻ എന്ന് പറഞ്ഞ ഒരുപാട് ഉണ്ടെങ്കിൽ പോലും മമ്മൂക്ക അവിടെ ഉണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ പേരൻപ് എന്ന് പറഞ്ഞ സിനിമ മാത്രം എടുത്തു നോക്കിയാൽ തന്നെ അങ്ങേരുടെ ആ ഒരു പവർ, അങ്ങയുടെ സ്റ്റോറിയുടെ ഒരു പവർ അതൊക്കെ നമുക്ക് കറക്റ്റായിട്ട് മനസ്സിലാവും. സോ എനിവേ, പിന്നെ വേറൊരു കാര്യം കൂടി ഉണ്ട്. സൂരി എൻ്റെ മോനെ ലാസ്റ്റ് വന്നിട്ടുള്ള നമ്മുടെ പടത്തിന്റെ പേരും കിട്ടുന്നില്ലല്ലോ. ആ സിനിമയ്ക്കൊക്കെ ശേഷം നമുക്ക് ആദ്യം നേരെ സാധനം കണ്ടുവരാം. 2 മിനിറ്റ് 4 സെക്കൻഡ്. ഓക്കെ, റെഡി. ஒருத்தரை விட்டு ஒருத்தர் போகிறதுக்கு வேணாம் 1000 காரணம் இருக்கும். ஆனால் ஒருத்தர் கூட ஒருத்தர் போகிறதுக்கு ஒரே ஒரு காரணம் மட்டும்தான் இருக்க முடியும். அது என்ன சார்? காதல். ஒரு 4000 வருஷத்துக்கு முன்னாடி ஒரு பாலைவனம், ஒரு அரண்மனை, அதில் ஒரு நிலாமுற்றம். சாயங்காலமாக நீங்கள் அங்கே வந்து நின்னீங்க. தலையிலிருந்து கீழே வரைக்கும் ஃபுல் அட்ரஸ். திடீர்னு அடித்த காற்றுல முகத்திர மேலே பறந்துச்சு உங்கள் முகம். கீழே இருந்தவங்க எல்லாம் ராணின்னு கையெடுத்து கும்பிட்டாங்க. நானும் கும்பிட்டேன். முதல்ல நான் உங்களை பார்த்தப்ப நீங்கள் ஒரு ராணி. அது எப்படி சார்? வயசு என்ன? 32ங்க சார். எனக்கு 8822. நான் சொன்னது நீங்க நம்பியிருக்க மாட்டீங்க. ஆனா நான் சொன்னது நிஜம். லவ். ஏழு கடல் ஏழு மலை. മുടിഞ്ചിടിച്ച്. ഓക്കെ, ഒന്നും പറയാനില്ല. പ്രതീക്ഷ എന്താണോ ആ ടൈപ്പ് സാധനം തന്നെ. കാരണം റാം എന്ന് പറയുന്ന, ഞാൻ പറഞ്ഞില്ല, ആ ഡയറക്ടർ പുള്ളിക്കാരൻ എന്തായിരിക്കും തരാൻ പോവാന്നുള്ളത്. അദ്ദേഹത്തിന്റെ കുറച്ച് സിനിമകളെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പേരെന്തെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ ആ ഒരു പ്രതീക്ഷ നമുക്ക് ഉണ്ടാവും. ആ സിനിമ നമ്മുടെ മുമ്പിലേക്ക് വെച്ച ആ ഒരു വലിയൊരു സബ്ജക്റ്റ്, അതെടുത്ത് കാണിച്ച വിധം, ആ സ്റ്റോറിയൊക്കെ എന്ത് രസമായിട്ടാണ് പുള്ളിക്കാരൻ പറഞ്ഞു പോയിട്ടുള്ളത്. അത് ഒന്നും അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറാൻ പറ്റാത്ത ഒരു സബ്ജക്റ്റാണ്. അതൊക്കെ എടുത്ത് കാണിക്കാനുള്ള ധൈര്യം ഒക്കെ ഭയങ്കരമാണ്. ആ രീതിയിൽ തന്നെ 7 കടൽ 7 മല, നമ്മൾ പറയും 7 കടലും 7 മലയും താണ്ടി വന്നു എന്നൊക്കെ പറയുന്ന ഒരു സംഭവമാണ്. അങ്ങനെ അതൊക്കെ താണ്ടി പുള്ളിക്കാരൻ എന്തിനാണ് വന്നത് എന്ന് ചോദിച്ചാൽ ലവ്. അത് തന്നെയാണ് സബ്ജക്റ്റ്. വേറെ എന്തെങ്കിലും ഇതിലുണ്ടാവുമോ, ഒരു യാത്രയെ കുറിച്ചാണോ എന്നൊക്കെ ചിന്തിച്ചിരുന്നു. അപ്പോൾ ഈ സംഭവങ്ങളൊക്കെ ഇതിലുണ്ടാവാം. പുള്ളിക്കാരന്റെ ആ പ്രണയത്തിന് വേണ്ടിയുള്ള യാത്രയാവാം, അല്ലെങ്കിൽ ആ ഓർമ്മകളോടുള്ള യാത്രയാവാം. അപ്പോൾ എന്തെങ്കിലും ട്വിസ്റ്റും ടേണൊക്കെ അതിലുണ്ടാവും, അത് വേറെ കാര്യം. പക്ഷെ ഈ എന്താ പറയാ, പുള്ളിക്കാരൻ പൊതുവെ എന്താന്ന് വെച്ചാൽ ഏതെങ്കിലും ഒരു റിലേഷൻ, ആ ബന്ധത്തിന്റെ ഒരു ആഴം, അതിനൊക്കെ ഭയങ്കര മനോഹരമായിട്ട് ഒരൊറ്റ ഫ്ലോയിൽ, ഇങ്ങനെ ഒരൊറ്റ സ്ട്രെച്ചിൽ അങ്ങനെ പറയുന്ന ഒരു ഡയറക്ടറാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ആ ഒരു ഫ്ലോ ഇങ്ങനെ കറക്റ്റ് ആയിരിക്കും. അതിൽ നമ്മളോട് പറയേണ്ട ഒരുപാട് കാര്യങ്ങൾ, അത് നമ്മൾ ഒരു മനുഷ്യൻ ചിന്തിക്കുന്ന ഇതനുസരിച്ചാണ് ഒരുപാട് കാര്യങ്ങൾ അതിൽ പറഞ്ഞു പോകും. അങ്ങനെ എനിക്ക് തോന്നിയിട്ടുണ്ട്. സോ ഈ ട്രെയിലറിലേക്ക് വരുമ്പോഴും കിടിലൻ ട്രെയിലർ. എന്താ വെച്ചാൽ ടീസർ കേട്ടോ, സോറി ഗ്ലിംസ്. അയ്യോ. അപ്പോ എനിവേ, നിവിൻ പോളിനെ കുറിച്ച് ആദ്യം പറയണം. നിവിൻ പോളിന്റെ അടുപ്പിച്ച് എത്ര പടങ്ങൾ ഫ്ലോപ്പാണ് നമുക്കറിയാം. ഓരോ സിനിമ വരും കംബാക്ക് എന്ന് പറയും. ഇപ്പോ ഫൈനലി നമ്മളെ എന്താ പറയാ, കേരള ഫ്രം എന്താണ്, മലയാളി ഫ്രം ഇന്ത്യ അല്ലെ, അതന്നെയല്ലേ. എന്തായാലും നമ്മുടെ ലാസ്റ്റ് വന്നിട്ടുള്ള സിനിമ, അതിൽ ഡിജോനല്ലേ, അതെ. അപ്പൊ അതില് നിവിൻ പോളീസ് ബാക്ക് എന്ന് പറഞ്ഞ് നിവിൻ പോളിന്റെ ബാക്ക് കാണിച്ചെന്ന് അത്യാവശ്യം രസമായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അതൊരു സംഭവം തന്നെ ആയിരിക്കും, രസമായിട്ട്. അത്യാവശ്യം ആ പഴയ നിവിൻ പോളിന്റെ ഒരു തരം ആ ഒരു ക്യൂട്ട്നെസ്സും ആ കോമഡിയും സംഭവങ്ങളൊക്കെ ഉള്ള ഒരു സംഭവമായിരിക്കാം. പക്ഷെ ഇവിടെ വരുമ്പോൾ ആക്ടർ എന്ന രീതിയിൽ ആ ഒരു അഭിനയത്തിനെ മാക്സിമം എടുത്തു കാണിക്കുന്ന ഒരു പെർഫോമൻസ് ചെയ്യാൻ ഭയങ്കരമായിട്ട് ഒരു
ഒരു ഓപ്പർച്യൂണിറ്റി ഉള്ള ഒരു സാധനമാണെന്ന് കാണുമ്പോൾ തോന്നുന്നുണ്ട്. കാരണം ഡയലോഗ്സ് ആണെങ്കിലും വളരെ സിമ്പിളായിട്ട് ആ ഒരു ഡയലോഗിൽ തന്നെ ആ ഗ്ലിംസിൽ കാര്യങ്ങൾ മുഴുവൻ പറഞ്ഞു. അപ്പോൾ ഇമ്മോർട്ടൽ എന്നുള്ളൊരു വാക്ക് ഉണ്ടായതുകൊണ്ട് പുള്ളിക്കാരൻ പറയുന്നുണ്ട് എത്ര വയസ്സാന്ന് ചോദിക്കുമ്പോൾ സൂര്യ 32 പറയുമ്പോൾ എനിക്ക് 8000 എത്രയോ പറയുന്നുണ്ട്. സോ ഇമ്മോർട്ടൽ ലവ് എന്ന് കാണിക്കണ്ട. അപ്പോൾ ഒരു പക്ഷേ ഇനി അത്തരം എന്തെങ്കിലും സാധനം ഉണ്ടോയെന്നും പറയാൻ പറ്റില്ല. പക്ഷെ എനിക്കൊരു തമാശ പോലെ പുള്ളിക്കാരൻ പറഞ്ഞതായിരിക്കും തോന്നിയത്. പിന്നെ ലുക്ക് വൈസ് പറയുകയാണെങ്കിൽ ആടുജീവിതത്തിലെ പൃഥ്വിരാജിന്റെ ചില സാധനങ്ങൾ കണ്ട ലുക്കായിട്ടുണ്ട്. മുട്ടിയെല്ലാം നീട്ടി വളർത്തി ഒരുമാതിരി ചലിങ്സൊക്കെ പിടിച്ച ഡ്രസ്സൊക്കെ ഇട്ടൊരു വല്ലാത്ത അവസ്ഥയിൽ. എന്തായാലും എനിക്ക് ഭയങ്കരമായിട്ട് ഒരു വിശ്വാസം തോന്നുന്നുണ്ട്. പിന്നെ സൂരി ഓഫ്കോഴ്സ് ഞാൻ നേരത്തെ പറഞ്ഞ വിടുതലേ, അയ്യോ ആ സിനിമയുടെ പേര്. അതിനുശേഷം സൂരി എന്ന് പറയുന്ന നടനോട് ഒരു വല്ലാത്തൊരു ഇഷ്ടമാണ്. പുള്ളിക്കാരൻ അതിൽ ചെയ്തു വെച്ചിങ്ങനെ ഞാൻ വിടുതലേ സെക്കൻഡ് പാർട്ടിനൊക്കെ ഭയങ്കര വെയിറ്റിംഗ് ആണ്. സോ സൂര്യന്റെ അഭിനയം ഭയങ്കരമായിട്ട് അതിനുശേഷമുള്ള സിനിമകളിൽ ചേഞ്ച് ചെയ്യുന്ന എനിക്ക് ഉറപ്പുണ്ട്. സോ ഇതിലും അത്തരത്തിലൊരു കിഡ്ലൻ ക്യാരക്ടർ ആയിരിക്കും. ഇതിന് മുമ്പ് നല്ല പോസ്റ്റേഴ്സ് ആണെങ്കിലും നല്ല ആ പോസ്റ്ററിനൊക്കെ ഒരു ക്വാളിറ്റി ഉണ്ട്. എന്തോ ഈ സിനിമ സാധാരണ സിനിമയിൽ അതിനപ്പുറത്തേക്ക് പല കാര്യങ്ങളും ചർച്ച ചെയ്യുന്ന അത്തരത്തിലുള്ള സിനിമയായിരിക്കും ഒരു തോന്നലുണ്ട്. എനിവേ, ദ ഗ്ലിംസ് ഓഫ് ഇമ്മോർട്ടൽ ലവ് ഫ്രം ഏഴ് കടൽ ഏഴുമല, ഔട്ട്സ്റ്റാൻഡിങ്, ലുക്കിംഗ് ഫോർവേഡ് ഇൻ ടു ഇറ്റ്. സോ നിങ്ങൾ ഇത് കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളത് മറക്കാതെ കമന്റ് രേഖപ്പെടുത്തുക. എനിക്ക് തോന്നുന്നു നിവിൻ പോളിയുടെ ഒരു കംബാക്ക്, സ്ട്രോങ് കംബാക്ക് ഈ സിനിമയിലൂടെ ആയിരിക്കും. ഇതൊരു സ്റ്റേറ്റ്മെന്റ് ആയിട്ട് പുള്ളിക്കാരൻ വെക്കാൻ പോകുന്ന പല കാര്യങ്ങളിലും വെക്കാൻ പോകുന്ന ഒരു സിനിമയായിരിക്കും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. സോ വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ദയവായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. സോ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. അടുത്ത വീഡിയോ കാണുന്നവരെ